നമസ്കാരം. US-ഇറാൻ യുദ്ധം ഇടക്കാല ധാരണയിലെത്തുകയും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തതോടെ അസംസ്കൃത എണ്ണവില കുത്തനെ ഇടിഞ്ഞു. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എക്സിലൂടെ പങ്കുവച്ചത്. അതേസമയം ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള വ്യോമ നിരോധനം പാകിസ്ഥാൻ നീട്ടിയിരിക്കുകയാണ്. എബോള ആശങ്കയ്ക്കിടെ സൗത്ത് സുഡാനിൽ നിന്നെത്തിയ പാലാ സ്വദേശിനി നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. US-ഉം ഇറാനും തമ്മിൽ ഇടക്കാല ധാരണയിലെത്തുകയും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തതോടെ അസംസ്കൃത എണ്ണവില കുറഞ്ഞു. 100 ദിവസത്തിലേറെ നീണ്ട ഊർജ്ജ വിതരണ പ്രതിസന്ധിക്ക് ആശ്വാസം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് വിപണികളിൽ പ്രകടമാകുന്നത്. ബ്രെന്റ് ക്രൂഡ് 2.09% ഇടിഞ്ഞ് $77.89 WTI ക്രൂഡ് 2.50% ഇടിഞ്ഞ് $74.87 US-ഉം ഇറാനും തമ്മിൽ ഒപ്പുവെച്ച 14 ഇന ധാരണാപത്രത്തിൽ 60 ദിവസത്തെ ചർച്ചാ കാലയളവാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനാൽ വരും ദിവസങ്ങളിലും എണ്ണവില താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. വെടിനിർത്തൽ കരാറിന് പിന്നാലെ ഇറാനെതിരെ ഭീഷണിയുമായി ട്രംപ്. പുതിയ സമാധാന കരാർ ലംഘിച്ചാൽ ഇറാന്റെ മേൽ കടുത്ത ബോംബാക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയത്. ഇരു രാജ്യങ്ങളും തമ്മിൽ താൽക്കാലിക യുദ്ധവിരാമ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഈ ഭീഷണി. അടുത്ത 60 ദിവസത്തിനുള്ളിൽ ചർച്ചകളിലൂടെ ശാശ്വതമായ സമാധാനം ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ഇറാനികൾ ബുദ്ധിശാലികളായ ജനങ്ങളാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ എപ്പോഴും സമാധാനത്തിന്റെ പക്ഷത്തായിരിക്കുമെന്ന് കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എക്സിലൂടെ പങ്കുവച്ചത്. സമീപകാലത്തായി ഇന്ത്യയും യുക്രൈനും തമ്മിൽ മികച്ച രീതിയിൽ സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ വിവിധ മേഖലകളിൽ പ്രതിഫലിക്കുന്നുണ്ടെന്നും മോദി എക്സിൽ കുറിച്ചു. യുദ്ധത്തിന് മുമ്പുള്ള കാലയളവിൽ ഉണ്ടായിരുന്നതുപോലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയും യുക്രൈനും തമ്മിൽ സഹകരണത്തിനുള്ള വലിയ സാധ്യതകൾ ഉണ്ടെന്നും നിലവിൽ ഇരു രാജ്യങ്ങളും സംയുക്ത പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള വ്യോമ നിരോധനം പാകിസ്ഥാൻ നീട്ടി. 1 മാസത്തേക്ക് കൂടിയാണ് നിരോധനം നീട്ടിയത്. ജൂലൈ 24 വരെ നിരോധനം തുടരും. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരർ 26 പേരെ കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ 2025 ഏപ്രിലാണ് ആദ്യമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഭീകരാക്രമണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിച്ചിരുന്നു. പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി ഉപയോഗിക്കുന്നതിന് ഇന്ത്യയും സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വ്യോമാതിർത്തി ദീർഘകാലത്തേക്ക് അടച്ചിട്ടാൽ ഇന്ത്യൻ എയർലൈൻ കമ്പനികളുടെ പ്രവർത്തന ചെലവ് വർദ്ധിക്കും. മധ്യേഷ്യ, യൂറോപ്പ്, പശ്ചിമേഷ്യ, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ട സ്ഥിതിയാണ് നിലവിൽ. സൗത്ത് സുഡാനിൽ നിന്നെത്തിയ പാലാ സ്വദേശിനിക്ക് എബോള എന്ന് സംശയം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർ. ഇന്നലെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പനിയെ തുടർന്ന് ചികിത്സയ്ക്ക് എത്തിയതായിരുന്നു ഇവർ. സംശയങ്ങളെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഇടപെട്ട് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പ്രത്യേക ഐസൊലേഷൻ വാർഡിൽ നിരീക്ഷണത്തിലാണ് ഇവർ. ഇവരെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. സാധാരണ എബോള രോഗത്തിനുണ്ടാകുന്ന മറ്റ് രോഗലക്ഷണങ്ങളൊന്നും ഇവർക്കില്ല. പനിയിൽ നേരിയ വ്യത്യാസമുണ്ടെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. തിരുവനന്തപുരത്തേക്ക് അയച്ചിരിക്കുന്ന സാമ്പിൾ ഫലം ലഭിച്ചാൽ മാത്രമേ എബോള ആണോ എന്ന് സ്ഥിരീകരിക്കാനാകൂ. തുടർ ചികിത്സ ഉൾപ്പെടെ തീരുമാനിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും. ബ്രോഡ്ബാൻഡ് സേവനങ്ങൾക്കായി ഉപഗ്രഹ ശൃംഖല വികസിപ്പിക്കാൻ റിലയൻസ് ജിയോ 1650ഓളം ഉപഗ്രഹങ്ങൾ ഉൾപ്പെടുന്ന ലോ എർത്ത് ഓർബിറ്റ് ശൃംഖലയാണ് ഇതിനായി തയ്യാറാക്കുക. 3 വർഷത്തിനുള്ളിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. തന്ത്രപ്രധാനമായ ബഹിരാകാശ മേഖലയിൽ ഇന്ത്യൻ കമ്പനിയുടെ വരവ് ദേശീയ സുരക്ഷാ മുൻഗണനകൾക്കും സ്വയം പര്യാപ്തതയ്ക്കും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. 1.41 ലക്ഷം കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന പദ്ധതി ചെലവ്. ഭൂമിയിൽ നിന്നും 650 കിലോമീറ്റർ ഉയരത്തിലുള്ളതാണ് ലോ എർത്ത് ഓർബിറ്റ്. 3 വർഷത്തിനുള്ളിൽ വിക്ഷേപണവും പ്രവർത്തനവും ആരംഭിക്കാനാണ് ലക്ഷ്യം.
അതിവേഗ ബ്രോഡ്ബാൻഡ്, ഇന്റർനെറ്റ്, മൊബൈൽ ഉപകരണങ്ങളിലേക്ക് നേരിട്ടുള്ള കണക്ടിവിറ്റി, ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളുടെ ശേഷി അനുസരിച്ച് ടെറാബിറ്റ് ഡാറ്റ ശേഷി സൃഷ്ടിക്കാൻ ഈ ശൃംഖലയ്ക്ക് സാധിക്കും. വിദേശ ഉപഗ്രഹ സേവനദാതാക്കളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജിയോയുടെ ഈ നീക്കം. എക്സൈസ് വകുപ്പിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായി മദ്യത്തിന് സംസ്ഥാന സർക്കാർ സെസ് ഏർപ്പെടുത്തും. സംസ്ഥാനത്ത് വിൽക്കുന്ന ഓരോ കുപ്പി മദ്യത്തിനും ₹1 വീതം സെസ് ബജറ്റിൽ പ്രഖ്യാപിക്കും. പ്രതിമാസം ശരാശരി 4.9 കോടി കുപ്പി മദ്യം വിറ്റഴിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതുവഴി മാസം 5 കോടിയോളം രൂപ സെസ് ഇനത്തിൽ സമാഹരിക്കാനാകും. ലഹരി വിമുക്ത കേന്ദ്രങ്ങളുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനും എക്സൈസ് വകുപ്പിന് കീഴിൽ പുനരധിവാസ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനും ഈ തുക വിനിയോഗിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ലഹരി മരുന്ന് ഉപയോഗം തടയുന്നതിനായി എക്സൈസ് വകുപ്പ് നടപ്പിലാക്കാൻ പോകുന്ന സമഗ്ര ലഹരി നയത്തിന് ഈ അധിക വരുമാനം വലിയ കരുത്താകുമെന്നാണ് പ്രതീക്ഷ. തിരുവനന്തപുരം മെട്രോ പദ്ധതിയുടെ അന്തിമ DPR അടുത്തയാഴ്ച സർക്കാരിന് സമർപ്പിക്കും. പദ്ധതിയുടെ നിർമ്മാണ ചെലവ് ഉൾപ്പെടെ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കുന്ന പൂർണ്ണമായ DPR ആണ് KMRL മന്ത്രിസഭയുടെ അനുമതിക്കായി നൽകുന്നത്. മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചാൽ DPR കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന് സമർപ്പിക്കും. കേന്ദ്ര അനുമതി ലഭിച്ചാൽ 6 മാസത്തിനുള്ളിൽ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് KMRLന്റെ നിഗമനം. പാപ്പനംകോട്ട് നിന്നും തുടങ്ങി കിള്ളിപ്പാലം, തമ്പാനൂർ, സെക്രട്ടേറിയറ്റ്, പാളയം, പട്ടം, മെഡിക്കൽ കോളേജ്, ഉള്ളൂർ, കാര്യവട്ടം വഴി കഴക്കൂട്ടം വരെ, അവിടെ നിന്നും ടെക്നോ പാർക്ക്, ആക്കുളം, ചാക്ക വഴി ഈഞ്ചക്കൽ വരെയും എത്തുന്ന 31 കിലോമീറ്ററിലാണ് അലൈൻമെന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രൊഫഷണൽ വോളിബോൾ ലീഗിൽ മത്സരിച്ച പോലീസ് താരങ്ങൾക്ക് പ്രതിഫലമായി ലഭിച്ച 46.8 ലക്ഷം രൂപ പിടിച്ചെടുത്ത് കേരള പോലീസ്. രാജ്യത്തെ ഏക പ്രൊഫഷണൽ വോളിബോൾ ലീഗായ പ്രൈം വോളിബോളിന്റെ 4ാം പതിപ്പിൽ കഴിഞ്ഞ വർഷം 6 പോലീസ് താരങ്ങൾ പങ്കെടുത്തിരുന്നു. വിവിധ ടീമുകളിൽ നിന്നും ഇവർക്ക് പ്രതിഫലമായി ലഭിച്ച തുകയാണ് കേരള പോലീസിന്റെ സെൻട്രൽ സ്പോർട്സ് ഫണ്ടിലേക്ക് നിർബന്ധിച്ചടപ്പിച്ചത്. റെയിൽവേ, കസ്റ്റംസ്, KSEB തുടങ്ങിയവയിൽ ജോലി ചെയ്യുന്ന മലയാളി താരങ്ങളും പ്രൈം വോളിബോൾ ലീഗിന്റെ ഭാഗമായിരുന്നു. അവരെല്ലാം അതാത് വകുപ്പുകളിൽ ശമ്പളമില്ലാത്ത അവധി നൽകി മത്സരത്തിന് അയച്ചപ്പോഴാണ് കേരള പോലീസിന്റെ അസാധാരണ നീക്കം. 2021 ആരംഭിച്ച പ്രൈം വോളിബോൾ ലീഗിന്റെ തുടക്കം മുതൽ കേരള പോലീസ് താരങ്ങൾ വിവിധ ടീമുകളിലുണ്ടായിരുന്നു. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഉയർന്ന കാറ്റിനും സാധ്യതയുണ്ട്. മധ്യ കേരളത്തിലും വടക്കൻ മലബാർ ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചതോടെയാണ് മഴ ശക്തമാകുന്നത്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വേഗതയുള്ള കാറ്റിന് ഇന്ന് സാധ്യതയുണ്ട്. മലയോര പ്രദേശങ്ങൾ, തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലുള്ളവർ ജില്ലാ കളക്ടർമാരുടെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല. 1 ഗ്രാം സ്വർണത്തിന് 13,850 രൂപയും 1 പവൻ സ്വർണത്തിന് 1,10,800 രൂപയുമാണ് ഇന്നത്തെ വിപണി വില. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 11,380 രൂപയും പവന് 91,040 രൂപയുമാണ് വിപണി വില. വെള്ളി വിലയും മാറ്റമില്ലാതെ തുടരുകയാണ്. ഗ്രാമിന് 265 രൂപ നിരക്കിലാണ് ഇന്നത്തെ വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.